എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടും വളരെ സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ബോളാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് കുട്ടികൾക്കൊക്കെ മുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലവർ നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കസ്റ്റാർഡ് പൗഡറോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൈവിടാതെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടി പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പാനിലൊന്ന് നന്നായിട്ടൊന്ന് വിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൈവിടാതെ തന്നെ ഇളക്കി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമ്മൾ ഇതുപോലെ ഇളക്കിയെടുത്താലേ ഇത് നമുക്ക് ബോളായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ഇളക്കിയപ്പോഴും നല്ലപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരല്പം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിലൊരല്പം എണ്ണ തടവിയതിന് ശേഷം ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ് പൊടിയോ ഇതൊന്നും തട്ടിക്കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള മിൽക്ക് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.